അവരൊരുമിച്ച് പറഞ്ഞു, ഇന്നോളം ആരും പാരിൽ പണിയാത്ത ഗോപുരമൊന്നു പണിതുയർത്തിയിടണം. ഗോപുരമൊന്നു പണിതുയർത്തിയിടണം. മണ്ണു കുഴയ്ക്കണം, ഇഷ്ടികയുണ്ടാക്കണം, ഇഷ്ടികയെ നന്നായി ചുട്ടെടുത്തിടണം. മണ്ണു കുഴയ്ക്കണം, ഇഷ്ടികയുണ്ടാക്കണം, ഇഷ്ടികയെ നന്നായി ചുട്ടെടുത്തിടണം. ഇന്നോളം ആരും പാരിൽ പണിയാത്ത ഗോപുരമൊന്നു പണിതുയർത്തിയിടണം. ഇന്നോളം ആരും പാരിൽ പണിയാത്ത ഗോപുരമൊന്നു പണിതുയർത്തിയിടണം. ഗോപുരമൊന്നു പണിതുയർത്തിയിടണം. ഗോപുരമൊന്നു പണിതുയർത്തിയിടണം. അല്ല ചേട്ടാ, ഒരു സംശയം ചോദിക്കാമോ? പിന്നെന്താ, ഏത് സംശയവും ചോദിക്കാം. അല്ല, നമ്മൾ ഈ വിലപ്പെട്ട സമയം കളഞ്ഞ് എന്തിനാ ഇത്രയും വലിയ ഗോപുരം പണിതുയർത്തുന്നത്? എടാ ചെറുക്ക, നീ ഇന്നലെ പറ്റി വീണ കുഞ്ഞ, നിനക്ക് ചരിത്രമറിയില്ല. നമ്മുടെ പൂർവ്വപിതാവ് നോഹ എന്നൊരാളുണ്ടായിരുന്നു. ഭയങ്കര യഹോവ ഭക്തൻ. നോഹയും ദൈവവും ഒരുമിച്ച് സഞ്ചരിച്ചവർ. നോഹ ഉണ്ടല്ലോ, നമ്മുടെ മുതുമുത്തച്ഛൻ, നിഷ്കളങ്കനായിരുന്നു, നീതിമാനായിരുന്നു. അന്നേ വലിയൊരു ജലപ്രളയമുണ്ടായെന്നും നമ്മുടെ ജനങ്ങളെയൊക്കെ ദൈവം കൊന്നുകളഞ്ഞെന്നുമാ പറയുന്നത്. അതുകൊണ്ട് ദൈവത്തോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ ശിനാർ നാട്ടിൽ തന്നെ ആകാശം മുട്ട ഉയരത്തിൽ ഗോപുരം പണിയുവാൻ തീരുമാനിച്ചത്.